കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ പ്രിയമുള്ളവരെ, ദൈവത്തെ ബഹുമാനിക്കുക എന്നുള്ളതിനെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ മനോഹരമായി പ്രതിപാദിക്കുന്ന ഒരു ഭാഗമുണ്ട്. സങ്കീർത്തന പുസ്തകം 50-ാം അധ്യായം 23-ാമത്തെ തിരുവചനം. ബലിയായി കൃതജ്ഞത അർപ്പിക്കുന്നവൻ എന്നെ ബഹുമാനിക്കുന്നു. അപ്പോൾ കൃതജ്ഞത ഒരു ബലിയായിട്ട് അർപ്പിക്കുന്ന ഒരു വ്യക്തി ദൈവത്തെ ബഹുമാനിക്കുകയാണ്. നമ്മൾ ദൈവത്തിനെ ബഹുമാനിക്കണം, നമ്മൾ നന്ദി പറയണം, ആരാധിക്കണം. ദൈവം ഏറ്റവും ആദ്യമായിട്ട് ആഗ്രഹിക്കുന്നത് ആരാധനയാണ്. അപ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിനോട് കൃതജ്ഞതയുള്ളവരായിരിക്കണം, നന്ദിയുള്ളവരായിരിക്കണം. കുർബാനയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ദൈവത്തെ ആരാധിക്കുകയും നന്ദി പറയുകയും സ്തുതിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ഓരോ നിമിഷവും ഈ നോമ്പ് കാലത്ത് കൂടെ ദൈവമേ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു, ദൈവമേ എനിക്ക് നല്ല കാലാവസ്ഥ നൽകിയതിന് നന്ദി പറയുന്നു, നല്ല കുടുംബം നൽകി നന്ദി പറയുന്നു, ആരോഗ്യം നൽകി നന്ദി പറയുന്നു, ജീവിത പങ്കാളി നൽകി നന്ദി പറയുന്നു. നമുക്കുള്ളതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ നോമ്പ് സമയങ്ങളിൽ നമുക്ക് നന്ദിയുടെ ഒരു മനസ്സ് നമുക്കുണ്ടാകട്ടെ. നന്ദി നമുക്ക് എപ്പോഴും ഉണ്ടായാൽ കൂടുതൽ അനുഗ്രഹം ദൈവം നമുക്ക് ചൊരിയും. അപ്പം അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നന്ദിയുടെ ജീവിതം നയിക്കാൻ അതൊരു ബലിയായിട്ടാണ് ഈശോ സ്വീകരിക്കുന്നത്. കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ.